ഓക്കെ, എല്ലാവരെയും പ്രത്യേകിച്ച് ഡോക്ടർ സുജേൽ സാർ, അതോടൊപ്പം നമ്മുടെ ഈ ഒരു വെബിനാറിൽ സ്റ്റാർട്ടിങ് മുതലേ ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇതിലുള്ള ആളുകൾ, ഇനി ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മൈൻഡ് സ്ട്രീം അക്കാദമിയുടെ ഒരു ഫ്രീ വെബിനാറിലാണ്, മറ്റൊരു ഫ്രീ വെബിനാറിലാണ് ഉള്ളത്. സുജേൽ സാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഖത്തറിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഓൺലൈനിൽ നമുക്ക് ഈ ഒരു സമയം അനുവദിച്ച് തന്നതിൽ വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഇതിൽ പല ലെവലിലുള്ള ആളുകളുണ്ട്, പല മേഖലയിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരുമിച്ച് കൂടാനും ഇത്തരം വിഷയങ്ങൾ സാറിന്റെ വിഷയത്തിലുള്ള ഒരു ഡിസ്കഷനിൽ പങ്കുചേരാനൊക്കെ ഒരു അവസരമാണ് ഓൺലൈനിൽ. അതിൽ പിന്നെ നമുക്ക് ഈ ഒരു സമയം അനുവദിച്ച് തന്നതിൽ പ്രത്യേകം നന്ദി നമ്മുടെ അക്കാദമിയുടെ പേരിൽ അറിയിക്കുകയാണ്. നമ്മൾ പിന്നെ ഇവിടെ സൈക്കോളജി കോഴ്സ്, പെയ്ഡ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ ഒരു ഫ്രീ വെബിനാർസ് പോകുന്നത്. ഇനി അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ കൂട്ടത്തിലുള്ള വളരെ എക്സ്പേർട്ടായ ആളുകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക. അതോടൊപ്പം നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും അതിലെ കഠിന പ്രയത്നത്തിലാണ്. കാരണം അത്രയും സ്ട്രെസ്സേഴ്സ് നമ്മുടെ മുന്നിൽ, നമ്മുടെ എൻവയോൺമെന്റിലൊക്കെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു സമയം. എല്ലാ നിലക്കും, സാമ്പത്തികമായിട്ടാവാം, മറ്റു പല രീതിയിലും ആവാം. അങ്ങനെ ഉള്ള സമയത്ത് ഇന്നത്തെ ടോപ്പിക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ മെന്റൽ ഹാപ്പി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, നമ്മൾ എങ്ങനെ വെൽബീയിങ് ഉണ്ടാക്കാം എന്നുള്ള രീതി നമ്മുടെ ഡോക്ടർ സുജേൽ സാർ ഇവിടെ കൃത്യമായിട്ട് അവതരിപ്പിക്കും. അതിൽ എല്ലാവരെയും ഒന്നുകൂടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സാറിനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിർത്താണ്. അപ്പോൾ നമ്മളെ സെഷൻ ആരംഭിക്കുകയാണ്. സുജേൽ സാർ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓഡിബിൾ ആണോ? ക്ലിയർ ആണ്. ഗുഡ് ഈവനിങ് ഓൾ. ആരെങ്കിലുമൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റി കഴിഞ്ഞാല് കണ്ടും മിണ്ടിയും ഒക്കെ മുന്നോട്ട് പോകായിരുന്നു. ആരെയും കാണുന്നില്ല. ഓരോരുത്തർക്ക് പരിമിതികൾ ഉണ്ടാവും. ആ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് ആർക്കെങ്കിലും ഒക്കെ വരാൻ പറ്റിക്കഴിഞ്ഞാല് വളരെ ഉപകാരം. അറ്റ്ലീസ്റ്റ് വീഡിയോ ഓൺ ആക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാല് കുറച്ചുകൂടെ എന്തായിരിക്കും, നമുക്ക് ഈ ടോപ്പിക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് ടൈം എത്രയായിരിക്കും നമ്മുടെ അലോട്ട് ടൈം? ഒരു 40 minutes 45 minutes വരെ. ഓക്കെ. സ്ക്രീന് കാണുന്നില്ലേ? കാണാം, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തുടങ്ങാം. സാധാരണ പറയുന്ന ഒരു വാക്കാണ്, പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് മനോഹരമായ പല്ലുകളുള്ള സമയത്ത് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പുഞ്ചിരിക്ക് നമുക്കൊരു നിദാനമാവുന്നുള്ളത്. ഞാൻ ചെറിയൊരു കഥ പറഞ്ഞു തുടങ്ങാം. കഥയല്ല, ഒരാൾ പറഞ്ഞ അനുഭവമാണ് ഇത്. നമ്മളുടെ ജീവിതമായിട്ട്, അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു തുടങ്ങാന്ന് കരുതുന്നു. സ്ക്രീനിൽ കാണുന്നവർക്ക് ഈ സ്ഥലം ഏതാണെന്ന് അറിയാവോ? ആരെങ്കിലൊക്കെ ഒന്ന് ഇത് ചെയ്യോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടോ ഈ സ്ഥലം ഏതാണെന്ന്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഇറ്റ്സ് കശ്മീർ. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവന് ഇങ്ങനെ ക്വിസിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ഒരു ക്വസ്റ്റ്യൻ കാണാണ്, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പൊ സ്വർഗം ഒരുപാട് പഠിച്ചിട്ടുണ്ട്, മതവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. വളരെ ആകാംക്ഷയോടുകൂടി നോക്കുമ്പോ ആ സ്ഥലത്തിന്റെ പേര് കണ്ടത് കശ്മീർ എന്നായിരുന്നു. പക്ഷെ കാശ്മീരിനെ പറ്റി അതുവരെ കണ്ടതും കേട്ടതും ഒക്കെ ഇതുമായിട്ട് വളരെ കോൺട്രഡിക്ടറി, അല്ലെങ്കിൽ യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടത്. അപ്പൊ അതങ്ങനെ അവിടെ മനസ്സിലൊരു സ്വപ്നമായിട്ട് നിന്നു. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ആ സമയത്തൊക്കെ കശ്മീരിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ മോഹൻലാലിന്റെ ഒരു സിനിമയില് ഒരു മനോഹരമായ ഒരു പാട്ട് വന്നപ്പോ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ പാട്ട്. അതിന്റെ ബാക്കിലുള്ളത് ഇതിൽ കാണുന്ന മനോഹരമായ തടാകമാണ്, ദാൽ ലേക്ക്. അപ്പൊ അത് കണ്ടപ്പോഴേ ഇത് ഒന്ന് കാണണം, അല്ലെങ്കിൽ ഈ ദാൽ ലേക്കിന് പോകണം എന്ന് ഒരു ആഗ്രഹമായിട്ട് വന്നു. ആ ഒരു സ്വപ്നം എന്ത് ചെയ്തു, ഒരു ആഗ്രഹമായിട്ട് വന്നു. കാലങ്ങൾ കഴിഞ്ഞു പോയി. ആ സമയത്തൊക്കെ കാശ്മീരിനെ പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാശ്മീർ ആ സമയത്ത് വീണ്ടും ഇങ്ങനെ കലുഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ കാശ്മീരിൽ പോകാമെന്നുള്ള പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണ് കൊറോണ വരുന്നത്. കൊറോണ വന്നു, ആള് വലുതായി, ജോലി കിട്ടി, കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഫാമിലി ആയിട്ട് ചർച്ച ചെയ്യാണെന്ത്, നമുക്കൊന്ന് കാശ്മീരിൽ പോയാലോ.
അപ്പൊ അവർക്ക് കാശ്മീരിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ, നമുക്കറിയാം കാശ്മീരിൽ അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് പോകാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഒരു വർഷം അതിനിടയ്ക്ക് ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ടെങ്കിലും തീരുമാനിക്കണം നെക്സ്റ്റ് വെക്കേഷൻ ഞങ്ങൾ കാശ്മീരിലാണ് പോകുക എന്നുള്ളത്. ഫാമിലിയോടെ പോകാൻ തീരുമാനിച്ചപ്പോ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരുപാട് പ്രശ്നങ്ങളാണ്. എങ്ങനെ യാത്ര പോകും, ആര് പരിചയപ്പെടുത്തും, എപ്പോഴും ഗണ്ണും പട്ടാളക്കാരും കരയുന്ന മുഖങ്ങളൊക്കെ കണ്ട കാശ്മീരിലോട്ട് 2 വർഷം മുമ്പേ, ചുരുക്കി 25 വർഷമായിട്ട് തലോടിക്കൊണ്ടിരുന്ന, ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സ്വപ്നം നേടിയപ്പോ അത് കൊടുത്തൊരു കഴിവായിരുന്നു. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഇത് ഒന്ന് നിങ്ങൾ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ കഥ നിങ്ങളെ മനസ്സിലോട്ട് വെക്കുക. ഞാൻ പല ഭാഗങ്ങളിലും ഇതിനെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ സഞ്ചരിക്കുക. ഞാൻ ഡ്രൈവിംഗ് സീറ്റിലുണ്ട്, നിങ്ങൾ എന്റെ കൂടെയാണ്. നിങ്ങൾ ആരാണോ ആള് എന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടപ്പുറം ഇരിക്കുകയാണ്. നമ്മൾ മനോഹരമായിട്ട് നമ്മളെ യാത്ര തുടങ്ങുകയാണ്. ഈ ഒരു പിക്ചർ പല ആൾക്കാരും കാണുന്നുണ്ട്. സ്ക്രീന് കാണുന്നവർക്കൊക്കെ കാണുന്നില്ലേ എന്താണ് ഈ പിക്ചർ എന്നുള്ളത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു പൈപ്പ്, ഒരു ടാപ്പ് ഇങ്ങനെ പോകുന്നു. ആ ടാപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി ഉറ്റി പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിന്റെ മുമ്പേ ആയിട്ട് സോഷ്യൽ മീഡിയ, കൂടുതൽ വെള്ളം ആ ഒരു എന്ത് ചെയ്യാണ്, അതിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. പിന്നെ ഗെയിംസ് അല്ലെങ്കിൽ റീൽസ്, മൊബൈല്, അതിലൂടെയൊക്കെ കുറെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മൾ വെറുതെ ഇരുന്ന് അർത്ഥമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ച് കുറെ അങ്ങനെയും പോകുന്നു. ഫൈനലി നമ്മളെ എനർജി എവിടെയാണോ ഉപയോഗിക്കേണ്ടത് അതിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ടേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ആ ജീവിതമായിട്ട് ഇതിന് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെന്നുള്ളത്. നമ്മളുടെ റിയൽ എനർജി എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു നേർചിത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാക്ട് ചിത്രമാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി ഒരു മിനിറ്റ് നിങ്ങൾ എടുത്തിട്ട് പറ്റുന്നവര് കമന്റ് ചെയ്യുക, അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു, അഥവാ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് കാലമായിട്ട്, ഈ കാശ്മീർ യാത്രയെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന, അത് അക്കാദമിക്കലി ആവാം, ഇനി ജോലി ആവാം, ഇനി വേറെ എന്ത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ കണക്കാക്കി വെച്ചിരിക്കുന്ന ഒരു സ്വപ്നം ഒന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുമോ? അഥവാ ഈ ഒരു സ്വപ്നം കുറെ കാലമായിട്ട് എന്റെ കൂടെ ഉണ്ട്, അത് നേടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് കരുതുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അഥവാ ഒരു സ്വപ്നം, അത് ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അത് യാത്രകളാവാം, ഇനി ജോലിയാവാം, പഠനമാവാം, ഏത് രീതിയിലായിക്കോട്ടെ. പക്ഷെ അതൊന്ന് മൈൻഡിലോട്ടൊന്ന് കൊണ്ടുവരിക. ആ ഒരു സ്വപ്നം നിങ്ങൾ തലോടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള ആ ഒരു സ്വപ്നം. APJ അബ്ദുൽ കലാം പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയ ഒരു കോട്ടുണ്ട്. സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല, പകരം എന്താണോ നമ്മൾ ഉറങ്ങുന്നതിൽ നിന്ന് തടയുന്നത്, അല്ലെങ്കിൽ രാവിലെ പുതച്ച് ഉറങ്ങുമ്പോൾ അതിൽ നിന്ന് നമ്മളെ വിളിച്ചുണർത്താൻ പറ്റുന്ന എന്താണോ അതാണ് നമ്മളെ സ്വപ്നം എന്നുള്ളത്. അപ്പൊ ആ സ്വപ്നം നിങ്ങളിപ്പോ നേടിയൊന്ന് കൂട്ടുക. ആ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെ മനസ്സിൽ വരുന്ന ഒരു ഫീലിംഗ്, അത് സന്തോഷമായിക്കോട്ടെ, ആനന്ദം ആയിക്കോട്ടെ, എന്താ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്ന ഈ സ്വപ്നം നേടിക്കഴിഞ്ഞു, നിങ്ങൾ ഡൺ ഇറ്റ്, യു അച്ചീവ്ഡ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? ഇനി അഥവാ നിങ്ങളെ സാമ്പത്തികമായിട്ട് അത് സ്വാധീനിക്കുമെങ്കിൽ അത് നിങ്ങളെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക? നിങ്ങളെ കൂടെയുള്ള ആള് അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാടുള്ള ആൾക്കാർ അത് കാണുമ്പോൾ എന്തായിരിക്കും അവർ നിങ്ങളോട് പറയുന്നുണ്ടാവുക? അല്ലെ അവരെ മുഖത്ത് ഉണ്ടാവുന്ന ഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങളെ മാനസികാവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളായി ഉണ്ടായിരിക്കും? ഒന്ന് ജസ്റ്റ് ഒന്ന് എന്റെ കൂടെ ഒന്ന് സഞ്ചരിക്കുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരു സ്വപ്നം അത് നിങ്ങൾ നേടിയിരിക്കുകയാണ്. അപ്പൊ അത് നേടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്താണ്, നിങ്ങളൊരു അനുഭവം എന്താണ്, അതേപോലെ നിങ്ങളെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തോ ആയിരിക്കും മാറിയിട്ടുണ്ടാവുക? നിങ്ങളെ കൂടെയുള്ള ആള്, നിങ്ങളെ മുമ്പിലുള്ള ആള് എന്താണ് അവർ പറയുന്നത്, എന്താണ് അവർ നിങ്ങളോട് സംവദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് അവരുടെ കാര്യങ്ങളിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്, ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്നോളാം. ജസ്റ്റ് ഒരു മിനിറ്റ് എടുത്തിട്ട്. കുറെ പേര് എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ആരെയും കാണുന്നില്ലെങ്കിലും എന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മുഹമ്മദ്, യെസ്. ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? എക്സ്പീരിയൻസ് അല്ല,
വാട്ട് മേക്ക് യു ഫീൽ ഓർ വാട്ട്സ് യുവർ ഫീലിംഗ് എന്നുള്ളത് ഷെയർ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് എടുത്ത് ഷെയർ ചെയ്യാം. കാര്യങ്ങൾ എൻ്റെ ലൈഫിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ പിന്നെ PG ക്ലിനിക്കൽ സൈക്കോളജിയാണ് പൂർത്തിയാക്കിയത്. ചെറിയ പ്രായത്തിലാണ് എനിക്ക് ആഗ്രഹം വന്നൊരു PhD എടുക്കണം എന്നുള്ളത്. കുറേ കാലത്തെ ഡ്രീമാണ്. പക്ഷെ ഇപ്പം അതിൻ്റെ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയെ സംസാരിച്ച് നെക്സ്റ്റ് ഇയർ അത് സ്റ്റാർട്ട് ചെയ്യും. ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡ്രീമാണ്. അതിപ്പോൾ അച്ചീവ് ചെയ്താലുള്ള ആ ഒരു വിഷ്വലൈസേഷൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് എന്താണ്? നിങ്ങളത് നേടി, ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? ഓക്കെ, അത് നേടിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ വലിയൊരു അച്ചീവ്മെന്റ് എനിക്ക് കിട്ടിയതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരികയാണ്. മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളെ ഇപ്പോഴുള്ള മൂഡിൽ നിന്ന് നിങ്ങൾ വളരെ എന്ത് ചെയ്യുന്നു, ഒരു വ്യത്യാസമുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ അത് എത്തിക്കുന്നുണ്ട് അല്ലെ? തീർച്ചയായിട്ടും. ഓഫ് കോഴ്സ് എന്തായാലും എത്തിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ബ്യൂട്ടിഫുൾ ഷെയറിംഗ്. അപ്പോ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിലുള്ള ആ ഒരു സ്വപ്നത്തിനെ നമ്മൾ പൊടിതട്ടി എടുക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കളർഫുൾ ആക്കി എടുക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ജീവിതം? നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. വാട്ട് ഈസ് ലൈഫ് അക്കോർഡിംഗ് ടു യു? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനാണ് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചു പോകുന്നതെന്ന്, അല്ലെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ പല ആക്ടിവിറ്റിയിലൊക്കെ. ഒന്ന് എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് നിങ്ങളെ ജീവിതം എന്നുള്ളതാണ്. വാട്ട് ലൈഫ് അക്കോർഡിംഗ് ടു യു. രണ്ടാമത്തേത്, എന്തിനാണ് ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത്. ഞാൻ എന്നോട് കൂടെ ചോദിക്കുന്നത്. അടുത്തത്, ഈ ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നാണ്. ഈ 3 ചോദ്യം. ഇനി ഒരുപാടൊന്നും ചോദിക്കത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? എന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി എന്റെ കൂടെ കുറെ പേരുണ്ട് എന്നുള്ള ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യോ? കുറെ ആൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണം എന്നുള്ള, മറ്റുള്ളവർ സന്തോഷം കണ്ട് നമുക്ക് സന്തോഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ വലിയൊരു ഒരു ജീവിതത്തിന്റെ ഒരു അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തിനാണ്? അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ ഓൾറെഡി വന്നു. അപ്പൊ ജീവിതം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ജീവിക്കുന്നത്? ജീവിതത്തിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ ഉത്തരണ്ടോ ഷെയർ ചെയ്യാന്? സാറിന്റെ ഈ ഒരു ചോദ്യം കേട്ടപ്പം ഞാൻ യഥാർത്ഥത്തിൽ എന്റെ ഒരു ബുക്കിന്റെ പേജില്, ആ ബുക്കാണ് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വെച്ചത് സാറ് പറയുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി. അതിനകത്ത് ഞാൻ ആദ്യമേ തന്നെ എഴുതി വെച്ചിരിക്കുന്നു, എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു വിഷമം തോന്നിയ ഒരു ഘട്ടത്തിൽ ഞാൻ എഴുതി വെച്ചതാ. കാര്യം നമ്മുടെ ജന്മം തൊട്ടേ നമ്മള് ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശക്തിയിൽ വിശ്വസിച്ച് നമ്മൾ ജീവിച്ചു. നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധത, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോടുള്ള പ്രതിബദ്ധത, ഇതെല്ലാം ചെയ്തു. ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്ത കാലഘട്ടത്തില് എന്നെ കൊണ്ട് എനിക്ക് ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയാൽ അതിന്റെ ഒരു കുടുംബം രക്ഷപ്പെടും എന്നുള്ള ചിന്തയില് എന്നെ കൊണ്ടുള്ള പരമാവധി എല്ലാ സപ്പോർട്ടുകളും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സമയം കണ്ടെത്തി അതെല്ലാം ചെയ്തു. ഇനി വീണ്ടും എൻ്റെ റിട്ടയർമെന്റിന് ശേഷം വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുറകിന് ഓടുകയാണ്. എന്നാ ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പൊ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എന്റെ ചില ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം നിറവേറ്റി. പക്ഷെ എന്നിട്ടും ഞാനൊരു ശൂന്യതയിലാണ്. അത് എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അതിനപ്പുറം സാറിൽ നിന്ന് എന്താണ് എനിക്ക് കേൾക്കാൻ കിട്ടുന്നത്, അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ബോത്ത് ഫോർ ബ്യൂട്ടിഫുൾ ഷെയറിംഗ്. വിക്ടർ ഫ്രാങ്ക്ലിൻ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിടാൻ കാരണം വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ട്, ആരാണെങ്കിലും നമ്മളിൽ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്, ജീവിതത്തിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്, പക്ഷെങ്കിൽ നമ്മൾ ഈ ജോലി സ്ഥലത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരുന്ന ആൾക്കാർ, ഞാൻ ഹോസ്പിറ്റലിൽ ജോലിയാണ്, പേഷ്യൻസ് ഒക്കെ വരുമ്പോ അവര് ജോലി ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, കുടുംബത്തിൽ അത്യാവശ്യം സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചോദിക്കുമ്പം അവർക്ക് ഉത്തരവില്ല.
അപ്പം ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ അർത്ഥങ്ങൾ എപ്പോഴാണോ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നത്, ആ കണ്ടെത്തിയിട്ട് അതിന്റെ യാത്ര അവര് തുടങ്ങുമ്പോഴാണ് അവരെന്താവുന്നത്, കുറച്ചും കൂടി ഒന്ന് ഹാപ്പി ആയിട്ട് മാറുന്നതെന്നാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്താണ് എൻ്റെ ജീവിതം? ഈ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മള് പലതും സമ്പാദിക്കുന്നുണ്ട് അല്ലെ പലതും ചെയ്യുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം നമ്മളെ ഹാപ്പി ആക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ വളരെ ഇമ്പോർട്ടന്റ്. നമ്മളെ പലപ്പോഴും നമുക്ക് സാഡ് ആവുന്നത് അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തില് ഒരു ലക്ഷ്യം കിട്ടാത്തത് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അല്ലെ എന്താണോ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, അത് പലപ്പോഴും പല തടസ്സങ്ങളിൽ തട്ടി അവിടെ നിൽക്കുന്നതും അല്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതുമാണ്. നമ്മളതായ യാത്രയിൽ, ഞാൻ ഈ കശ്മീർ യാത്ര പറയാനുള്ള ഒരു കാരണം അതാണ്. ഒരുപാട് കാലം ഉള്ളിൽ കിടന്ന ഒരു കാര്യം, ഒരു ദിവസമാണ് എന്ത് ചെയ്തു, സ്വപ്നം ഉണ്ടായിരുന്നു, അത് തീരുമാനിച്ചു, പിന്നെ അതെന്ത് ചെയ്തു, അതങ്ങ് ഡിറ്റർമൈൻ ചെയ്തു, ഉറച്ച് തീരുമാനിച്ചപ്പോ അതിൽ കുറച്ച് ഡിസിപ്ലിനിലൂടെയും മറ്റും കടന്നു പോയപ്പോ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്വപ്നം 25 വർഷത്തിന് ശേഷം അയാൾക്ക് നേടാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഒന്ന് നമ്മളോട് ഇതിനെ ചോദിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മളിൽ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതും ഈ ഒരു സംഭവമാണ്. എന്താണ് എൻ്റെ ഒരു കുറച്ച് സമയം എടുത്തിട്ട് നമ്മളോട് ചോദിക്കണം. എന്നിട്ട് നമ്മളെ എന്താണോ ഹാപ്പി ആക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്തു കഴിയുമ്പോൾ എന്താണോ സന്തോഷം തരുന്നത്, ആ ഒരു കാര്യങ്ങൾ എന്താണോ നമ്മളത് കണ്ടുപിടിച്ച് അതിലോട്ട് പോകാൻ നമുക്ക് പറ്റണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പല ഗോളുകൾ ഉണ്ടാവും. ഞാനടക്കമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നാളെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ വെക്കേഷൻ ആണ് വരുന്നത് ഇനി, അല്ലെങ്കിൽ നമ്മളെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ പുതുവർഷം വരുമ്പോ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ കരുതിയിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് നമ്മളെ മൊബൈൽ കയ്യിലെടുക്കും. മൊബൈൽ കയ്യിലെടുക്കാൻ നമുക്ക് കാരണമുണ്ട്. ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ കാണണ്ടേ? വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് നോക്കണം. ഇനി വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാല് അത് നോക്കണം എന്ന് കരുതി നമ്മൾ ഫോൺ എടുത്ത് പിന്നെ നമ്മളെ കൈ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങനെ പോവാണ്. സോഷ്യൽ മീഡിയയിലോട്ട് പോയി കഴിഞ്ഞാല് അപ്പൊ നമ്മൾ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലേ, ഈ 3 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ളതാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേക്ക് എന്തായി, പിന്നെ നമ്മളെ മനസ്സും നമ്മളെ ഗോളും തമ്മിൽ ഒരു ഇൻവിസിബിൾ ബാരിയർ അവിടെ ഉണ്ടാവും. നമ്മൾ പതിയെ നമ്മളെ ഗോളിനെ അല്ലെങ്കിൽ നമുക്ക് എന്താണോ വന്ന് ചെയ്യണമെന്ന് നമ്മൾ തലേന്ന് ആഗ്രഹിച്ചത് അത് തമ്മിൽ നമ്മൾ പതിയെ അങ്ങോട്ടങ്ങ് മറക്കും. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡേ ബൈ ഡേ നമ്മളുടെ ഗോളും അതേപോലെ നമ്മളും തമ്മിൽ ഒരു ബാരിയർ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം പലപ്പോഴും, പക്ഷെ അത് നമ്മൾ അറിയില്ല. പലപ്പോഴും ഇങ്ങനെ ഒരു ബാരിയർ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇങ്ങനെ ബാരിയർ ഫോം ചെയ്ത് എന്താ സംഭവിക്കുന്നത്, നമ്മളെ സ്വപ്നങ്ങളായിട്ട് അവിടെ കിടക്കുന്നു. ഇങ്ങനെ കിടക്കുമ്പോ നമ്മളെ സെൽഫ് എസ്റ്റീം പതിയെ താഴോട്ട് പോവാണ്. പല ആൾക്കാരെയും പല കേസുകളും നമ്മൾ കാണാറുണ്ട്. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഡെസ്പാവുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണോ അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അതിൽ പലപ്പോഴും നേടാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് നമ്മളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കും. ചിലപ്പം അതേ കാര്യം വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പം അവരോട് നമുക്ക് അസൂയ ഉണ്ടാവും, അവരോട് ദേഷ്യം ഉണ്ടാവും. ഒന്നുകൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പല കാര്യത്തിലും നമ്മൾ അഡിക്ഷൻ വരാനും സാധ്യതയുണ്ട്. ഈ അഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഗരറ്റോ അല്ലെങ്കിൽ അതേപോലെ ഡ്രിങ്ക്സോ അല്ല. അഡിക്ഷനിൽ വരാമെന്ത്, ഒരു പർച്ചേസ്, നമ്മൾ ചില ആൾക്കാർക്ക് ഒരു പർച്ചേസ് ഒരു അഡിക്ഷനാണ്. അതേപോലെ ഭക്ഷണം കഴിക്കൽ ഒരു അഡിക്ഷനാണ്, യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുന്ന ഒരു അഡിക്ഷനാണ്. എന്താണോ നമ്മളെ സമയം എടുക്കുന്നത് അത് ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് വിട്ടുപോരാനും ബുദ്ധിമുട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് നമുക്ക് തരുന്ന ബെനിഫിറ്റ് കുറവാണെങ്കിൽ അതൊക്കെ അഡിക്ഷനിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെടുത്താമെന്നുള്ളതാണ്. നമ്മളെ നാടൻ ഭാഷയിൽ സാധാരണ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, എന്ത്, ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ നമ്മളൊരു മാസം അല്ലെങ്കിൽ ഒരു വർഷം 2 വർഷം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്ക് പ്രോക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ഗോള് ഉണ്ടെങ്കിൽ ആ ഗോളില് നീട്ടിവെക്കാതെ ആ ഗോളിനെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം
രണ്ടാമത്തത് ഈ ഓവർ സ്റ്റിമുലേഷൻ തരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ മോശനായിട്ട് അല്ലെങ്കിൽ നമ്മളെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന നമുക്ക് ബെനിഫിറ്റ് അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾക്ക് എന്തിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം നമ്മൾ പറയുന്നത്. അടുത്തത് ഇതേപോലത്തെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാം, പതിയെ പതിയെ അത് ഒഴിവാക്കി കൊണ്ടുവരാം എന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മളുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നമ്മളെ കഴിവ്, ആ കഴിവ് എങ്ങനെ നമുക്ക് സ്കൈ റോക്കറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്തെടുക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് സ്വപ്നങ്ങളും ഗോളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ പറ്റുമോ? നമുക്ക് സ്വപ്നങ്ങളുണ്ട്, അതേപോലെ ജീവിതത്തിലെ ഗോളുകളുണ്ട്. അതിന് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എനിക്കൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ തരുമോ? സ്വപ്നങ്ങൾ അതേപോലെ തന്നെ ഗോളും തമ്മിലുള്ള ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്താലും മതി, കുഴപ്പമില്ല. ഗോള് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഗോള് ക്രിസ്റ്റൽ എക്സലന്റ്. വാട്ട് അബൌട്ട് സ്വപ്നങ്ങൾ? അതില് എന്തോ ആവാം, ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. സ്വപ്നങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും. എക്സലന്റ്, താങ്ക് യു. സ്വപ്നങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും, അതേപോലെ അത് നമ്മളെ മൈൻഡിൽ ഉണ്ട് എന്നുള്ള അതിനൊരു വ്യക്തത കുറവുണ്ടാവും, അതേപോലെ ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ഡെഡ് ലൈന് വെച്ച് നമ്മളൊരു സ്വപ്നം കണ്ടാൽ, ഞാൻ ഉറക്കത്ത് കാണുന്ന സ്വപ്നമെല്ലാം ഉപയോഗിച്ച് നമ്മളെ ജീവിതത്തിലുള്ള സ്വപ്നങ്ങളാണ് കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങളെ നമുക്ക് മനോഹരമായ ഗോളുകളാക്കി മാറ്റാം. പക്ഷെ അതിന് എപ്പോഴും എന്ത് വെക്കണം? ഫസ്റ്റ് വേണ്ടത് അത് നേടാൻ നമുക്കൊരു ടൈം ലിമിറ്റ് വേണം. അപ്പൊ ആ ഗോളുകളിലോട്ട് നമ്മൾ എങ്ങനെ പോകാം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ മക്കളുടെ കേസിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. കുട്ടികളോട് പറയും അത് പഠിക്കുക ഇത് പഠിക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ പലപ്പോഴും കൊടുക്കില്ല, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു പിക്ചർ കൊടുക്കില്ല. അതിനു പകരം ആ കുട്ടികളോട് പറയട്ടെ, ഇന്ന ടോപ്പിക് എടുത്ത് അതിന്റെ ഇന്ന ഭാഗം ഇരുന്ന് നിങ്ങൾ പഠിക്കുക എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് പഠിക്കാനും കൂടെ പറ്റണം. രണ്ടാമത്തത് അത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത്. മനുഷ്യന്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും വൈ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എന്തിന് ഞാനത് ചെയ്യണം, എന്തിന് ഞാൻ പഠിക്കണം, അതേപോലെ എനിക്ക് ഇന്ന ഗോള് നേടണം, ആ ഗോള് ഞാൻ നേടിയിട്ട് എനിക്ക് എന്ത് കാര്യം, അതെന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഗോള് നേടിയാൽ വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് കമ്മിങ് ടു മൈ ലൈഫ്, ദാറ്റ് ആർ ദ ചേഞ്ചസ് കമ്മിങ് ടു അവർ സറൗണ്ടിങ്. അപ്പൊ എനിക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും, എന്റെ സറൗണ്ടിങ്ങിന് എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും, അതെന്റെ ജീവിതത്തിന് ഏത് രീതിയിൽ ബാധിക്കുന്നു. നമ്മളെ ഉള്ളില് ഒരു ഗോളിനെ പറ്റി നമുക്ക് കൃത്യമായ ഒരു ധാരണ വേണം, വിത്ത് ടൈം ബൗണ്ട്, ഈ സമയത്തിന്റെ ഉള്ളില്. ഇതേപോലെയാണ് ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മളെ അടുത്തോട്ട് ഒരാൾ വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റണം. ആ പറ്റുന്നതിലാണ് നമ്മളെ വിജയം. അത് മക്കളെ കേസിലായിക്കോട്ടെ, ഇനി നമ്മളെ തന്നെ ബോധവൽക്കരിക്കുന്ന കേസിലായിക്കോട്ടെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സ്വപ്നങ്ങൾ കൊണ്ടു നടക്കാൻ അതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം. സ്മാർട്ട് എന്നുള്ളത് അത് മെഷറബിൾ ആയിരിക്കണം, നമുക്ക് നേടാൻ പറ്റണം. അതേപോലെ തന്നെ അതിലൊരു റിലവൻസ് വേണം, അത് നേടിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വേണം. അതേപോലെ കൃത്യമായ ഒരു സമയബന്ധിതമായിട്ടായിരിക്കണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അടുത്തത്, ഈ പലപ്പോഴും നമ്മളെ ഗോളുകൾ നടക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇന്ന് എൻ്റെ അടുത്തൊരു കുട്ടി വന്നു. കുട്ടി തന്നെ ഒരു കാഷ്വൽ ടോക്കാണ്. അപ്പൊ അവനൊരു അസുഖമായിട്ട് വന്നാണ്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഭയങ്കര പ്രഷറാന്നൊക്കെ പറഞ്ഞിട്ട് മെന്റൽ പ്രഷർ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ എന്താണ് ആവേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞത്, എനിക്ക് വക്കീലാവണം എന്ന് പറഞ്ഞു, അഡ്വക്കേറ്റ് ആവണം എന്ന് പറഞ്ഞു. മലയാളിയല്ല, ഇന്ത്യനും അല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ അഡ്വക്കേറ്റിന്റെ ജോബ് കിട്ടിക്കഴിഞ്ഞാല് മോൻ എന്താണ് ആവുക, മോന്റെ ജോബ് എന്താ, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താന്ന് ചോദിച്ചപ്പോ ആ കുട്ടിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ആ കുട്ടി, അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ ബുക്ക് എടുത്ത് വെക്കുമ്പോ എന്താണ് കണ്ണിന്റെ മുമ്പിൽ വരുന്നത്? ടീച്ചറെ മുഖാണോ വരുന്നത്, ഉമ്മന്റെ മുഖാണോ വരുന്നത്, എന്താണ് വരുന്നതെന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, എന്റെ ടീച്ചർ മുഖാ വരുന്നത്. അപ്പൊ കുട്ടി ബുക്ക് എടുത്ത് വെക്കുമ്പോ കുട്ടിയിൽ ഭാവിയിൽ അവന്റെ ഗോള് വരാത്ത കാലത്തോളം അവന് പഠിക്കാൻ ഉത്സാഹം ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുമ്പോ നമ്മളെ മനസ്സിൽ നമ്മൾ ആ ഹെൽത്തി ബോഡി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നടക്കാൻ തോന്നൂ, അല്ലെങ്കിൽ നമ്മൾ പല എക്സ്ക്യൂസുകളും കണ്ടെത്തും.
ഇനി നമ്മൾ ഒരു ജോലി നേടാൻ വേണ്ടിയാണെങ്കിൽ ആ ജോലി നേടിയാൽ നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കാണാൻ പറ്റണം. പലപ്പോഴും നമ്മൾ മക്കളോട് പറയാറില്ലേ മനസ്സിരുത്തി പഠിക്കാന്ന്. എങ്ങനെയാ നമ്മൾ മനസ്സിരുത്തി പഠിക്കുക? നമ്മളും പറഞ്ഞിട്ടുണ്ടാവും, നമ്മളോട് നമ്മളെ പാരന്റ്സും പറഞ്ഞിട്ടുണ്ടാവും മനസ്സിരുത്തി പഠിക്കുന്നു. എങ്ങനെയാ നമ്മൾ മനസ്സിരുത്തി പഠിക്കുക? ആരൊക്കെ ഒന്ന് പറയും എങ്ങനെയാ നമ്മൾ മനസ്സിരുത്തിയിട്ട് പഠിക്കുക? നമ്മളൊക്കെ പഠിച്ച് വലുതാവരല്ലേ? വെരി സിമ്പിൾ ആയിട്ട്. ഓക്കെ ആരോ പറയുന്നുണ്ട്, പ്ലീസ്. മനസ്സിൽ ഡ്രീം അച്ചീവ് ചെയ്തതായിട്ട് വിഷ്വൽ ചെയ്തിട്ട് പഠിക്കുക. യെസ്, എക്സലന്റ്. താങ്ക് യു. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്താണോ നമ്മളുടെ അച്ചീവ് ചെയ്യുന്നത്, ആ അച്ചീവ് ചെയ്തിട്ടുള്ള നമ്മളെ ലൈഫ് കണ്ടിട്ട് പഠിക്കാൻ പറ്റുമ്പോഴാണ് മനസ്സിരുത്തി പഠിക്കല്. അതേപോലെ ആയിരിക്കണം നമ്മളെ ഓരോ ദിവസവും നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ലൈഫിലുള്ള നേട്ടങ്ങൾ കാണണം. അത് പലപ്പോഴും അമ്മമാർ അവരുടെ മക്കളെ കേസിൽ കാണാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷെ നമ്മളെ ലൈഫിൽ അത് കാണാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറവാണെന്ന്. രണ്ടാമത്തത്, ആ ഗോളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്മാർട്ടായിരിക്കണം. എന്താ നമ്മൾ പറഞ്ഞു, ഗോളുകൾ എഴുതി വെക്കണം. എപ്പോഴും പറയാം ഇങ്കിറ്റ് ലിങ്കിറ്റ് എന്താ പറയാ, നമ്മൾ എന്താണോ എഴുതി വെക്കുന്നത് ആ എഴുതി വെക്കുന്നത് നമ്മളെ മനസ്സിൽ കോറിയിടപ്പെടും. എന്തിനും ഒരു വ്യക്തത വരണമെങ്കിൽ അത് എഴുതി തന്നെ വെക്കണം. അത് നമ്മൾ ഇപ്പോഴും നമ്മൾ ശീലിക്കേണ്ട ഒരു സംഭവമാണ് എന്ത്, പരമാവധി നമ്മൾ പെന്നും പേപ്പറും എടുത്തിട്ട് മനോഹരമായിട്ട് അത് എവിടെയെങ്കിലും കാണുന്ന രീതിയിൽ എഴുതി വെക്കുക എന്നുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ പ്ലാൻ വേണം. ഞാൻ നേരത്തെ ടൂറിൻ്റെത് പറഞ്ഞതുപോലെ എങ്ങനെയാണ് അത് ചെയ്യുക, അത് ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, നമ്മൾ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ലോകം മൊത്തം അത് നേടാൻ വേണ്ടിയിട്ട് കോൺസ്പയർ ചെയ്യുന്നൊക്കെ. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു സ്വപ്നം നേടാൻ നോക്കുമ്പോൾ എവരി വൺ ഈസ് എഗെയിൻസ്റ്റ് യു നമുക്ക് പലപ്പോഴും കാണാം. പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും കാണാറില്ലേ, പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനെ നേരിടാൻ കൂടെ നമ്മൾ തയ്യാറായിരിക്കണം. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാവുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗോള് നേടാൻ പറ്റൂ. പലപ്പോഴും നമ്മൾ പറയാ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കോൺസ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോകാണ്ട്, പ്രത്യേകിച്ച് ഒരു നല്ല കാര്യത്തിന്, ചിലപ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവും. ഇനി നമ്മൾ പഠിക്കാൻ നോക്കുന്നു, ചിലപ്പം അന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എക്സാം ഉണ്ടെങ്കിൽ എക്സാമിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടുകൾ ആർക്കൊക്കെയാണോ ഈ സ്വപ്നങ്ങൾ കണ്ട് മനസ്സിൽ ഉറപ്പിച്ച് തരണം ചെയ്യാൻ പറ്റുന്നത് അവർക്കാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ നേടാൻ പറ്റുക. അല്ലാതെ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വരുന്നു കരുതിയിട്ടോ അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മളെ ജീവിതത്തിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഡോപ്പമിനെ പറ്റിയിട്ട് അറിയുന്ന എത്ര പേരുണ്ട്? കേട്ടിട്ടുണ്ടാവും അല്ലെ, ഡോപ്പമിൻ പ്ലഷർ കെമിക്കൽ എന്നുള്ളത് കേട്ടിട്ടില്ലേ? എത്ര പേര് കേട്ടിട്ടുണ്ട് ഡോപ്പമിന്? നോർമലി യെസ്, താങ്ക് യു. ഡോപ്പമിന്റെ ഒരു വൺ ഓഫ് ദ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത് ഒരു പ്ലഷർ കെമിക്കൽ ആണ്. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് രണ്ടാമത് പറയാം. അത് കൂടാതെ വേറെയും ഒരുപാട് ഫംഗ്ഷനുകൾ ഉണ്ട്. മോട്ടോർ കൺട്രോൾ ഉണ്ട്, നമ്മളെ ചിന്തകൾക്ക്, അതേപോലെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്, മെമ്മറിക്ക്, അറ്റൻഷന്, നമ്മളെ മൂഡ് റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഒരു റോളുള്ള സംഭവമാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഡോപ്പമിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഡോപ്പമിൻ ഉണ്ടാവുമ്പോൾ നമുക്ക് പ്ലഷർ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പ്ലഷർ ഉണ്ടാവുമ്പോഴാണ് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പെട്ടെന്ന് ഒരു നല്ലൊരു ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കാണുന്നു, അല്ലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു റീല് കാണുമ്പോൾ അവിടെ നമുക്ക് സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം ഉണ്ടാവുമ്പോൾ അവിടെ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഡോപ്പമിൻ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. എന്ത്, ഈ റീലും അത് ഉണ്ടാക്കിയ ആ ഒരു സന്തോഷവും തമ്മിൽ അവിടെ വയർ ചെയ്യാണ്. അത് നമ്മൾ 2-3 പ്രാവശ്യങ്ങൾ നമ്മൾ ഇത് കാണുമ്പോഴേക്ക് ആദ്യമൊക്കെ നമുക്കതൊരു ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടങ്ങൾ മാറി പതിയെ ഡോപ്പമിൻ എന്ത് ചെയ്യുന്നു, അത് വാണ്ട് അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമുള്ള ഉണ്ട് എന്നുള്ളൊരു സ്റ്റേജിലോട്ട് അത് നമ്മളെ മാറ്റിയെടുക്കുകയാണ്. അപ്പൊ ആദ്യം കുട്ടികളായാലും നമ്മളായാലും ചെറുങ്ങനൊക്കെ വീഡിയോ നമ്മൾ കാണുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അത് കാണണം എന്നുള്ളൊന്നിലേക്ക് നമ്മൾ മാറി പതിയെ അതൊരു കമ്പൽസീവ് ബിഹേവിയർ ആണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മൊബൈൽ കാണുമ്പോൾ, ഒരു കുട്ടി മൊബൈൽ കാണുമ്പോൾ നമ്മൾ കാണാതൊക്കെ എടുത്ത് ഓടും. കാരണം എന്താണ്, കുട്ടിക്ക് മൊബൈൽ കാണുമ്പോൾ കുട്ടിയിലേക്ക് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിലുള്ള റീല് കാണണം എന്നുള്ള ഒരു ക്രേവ് വരികയാണ് കുട്ടികളിൽ.
അപ്പൊ അതിനു വേണ്ടിയാണ് കുട്ടികൾ എന്നല്ല, അപ്പൊ നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ മക്കൾ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക് പലപ്പോഴും ദേഷ്യം വരും, നമുക്ക് നമ്മളതായ എക്സ്ക്യൂസുകൾ ഉണ്ടാവും. അപ്പോ നമ്മൾ ഇഷ്ടം എന്നുള്ളതിൽ നിന്ന് മാറി അത് നമുക്ക് കമ്പൽസീവ് ബിഹേവിയർ ആയിട്ട് അത് എന്ത് വില കൊടുത്തും എനിക്ക് റീൽസ് കാണണം, അല്ലെ എന്ത് വില കൊടുത്തും എനിക്ക് എന്ത് ചെയ്യണം, ഡെയിലി നല്ല അടിപൊളി ഭക്ഷണങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും സിഗരറ്റ് വലിക്കുന്നല്ലാതെ സിഗരറ്റ് വലിക്കണം, അല്ലെ ആൽക്കഹോൾ യൂസ് ചെയ്യണം, ആ ഒരു രീതിയിലേക്ക് ഒരു കമ്പൽസീവ് ബിഹേവിയർ ആയിട്ട് മാറുകയാണ്. പക്ഷെ ഈ കമ്പൽസീവ് ബിഹേവിയറിൽ നിന്നും അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, അതാണ് സീക്കിംഗ് ബാലൻസ്. ഇതുവരെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ഈ എന്താണോ ഇപ്പൊ റീൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് ആയിക്കോട്ടെ, സിഗരറ്റ് ആയിക്കോട്ടെ, അതിൽ നിന്നും മാറി എനിക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, എന്റെ ലൈഫ് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഡോപ്പമിൻ ഇൻഡ്യൂസ് ചെയ്യുന്ന സാധനം വേണമെന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുകയാണ്. ഇതാണ് അതിന്റെ ഡേഞ്ചർ എന്ന് പറയുന്നത്. സന്തോഷമായി ക്രേവായി ആ ക്രേവിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതേ സാധനം അഥവാ എക്സാമ്പിൾ ആയിട്ട് പലപ്പോഴും അറിയാം, ഈ ബലിപെരുന്നാളിന് ഈ ഇറച്ചി തിന്നുമ്പോ, അല്ലെ ഓണത്തിന്റെ സദ്യ പിറ്റേന്നേക്ക് വെക്കുമ്പോഴേക്ക് ആ സദ്യനോട് നമുക്ക് പതിയെ മടുക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇറച്ചി നമുക്ക് ഒരു ദിവസം കഴിച്ചു, ഉച്ചക്കും ഇറച്ചി, വൈകുന്നേരം ഇറച്ചിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കത് മടുക്കാൻ തുടങ്ങും. കാരണം എന്താണ്, ഒരേ സാധനങ്ങൾ ചെല്ലുമ്പോഴേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പമിന്റെ എമൗണ്ട് കുറയും, ആ ഡോപ്പമിന്റെ റിസപ്റ്ററും കുറയും. അപ്പൊ അവിടെ നമ്മൾ വെറൈറ്റികൾ ട്രൈ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ റീൽസ് ആണെങ്കിൽ റീൽസ് ഇങ്ങനെ പുതിയ റീൽസുകൾ കാണാൻ തുടങ്ങും. സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങും, എണ്ണം കൂട്ടാൻ തുടങ്ങും. അപ്പൊ അതിനോട് നമുക്ക് എന്തായി, നമ്മൾ അഡിക്ഷൻ ആയി. ഒന്ന്. രണ്ടാമത്തത് അതിന്റെ ഡോസ് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയിപ്പോ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ആ വാച്ച് ചെയ്യുന്നതിന്റെ ഡ്യൂറേഷൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡോപ്പമിനോട് നമ്മൾ അഡിക്റ്റ് ആയിട്ട് മാറുന്നത്. എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി 2-3 കോട്ട്സ് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതാണ്, വെൻ എവറിഥിങ് ഈസ് സ്റ്റിമുലേറ്റീവ് നത്തിങ് ഈസ് സാറ്റിസ്ഫൈങ്. നമുക്ക് ചുറ്റുമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ആവേശം തരുന്നാന്ന് കൂട്ടിക്കോ. ഇപ്പൊ ഒരാൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, അയാൾക്ക് ഒരു ഡ്രസ്സാണ് വേണ്ടത്. ചെന്ന് നോക്കുമ്പോ അയാൾക്ക് ഇഷ്ടപ്പെട്ട 4 ഡ്രസ്സ് അവിടെ കാണുകയാണ്. 4 അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അയാളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇതെടുക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് വന്നു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. നമ്മളൊന്നും എടുത്തിട്ടുണ്ട് ശരിക്കും, പക്ഷെ ബാക്കിയുള്ള 3 എന്ത് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡിസാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെയാണ് നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും വീണ്ടും കാണണം തോന്നും. ഭക്ഷണത്തിനാണ് അഡിക്ഷൻ എങ്കിൽ ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വീണ്ടും കഴിക്കണം തോന്നും. ഇനി സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ, ആൽക്കഹോൾ അഡിക്ഷൻ ആണെങ്കിൽ, ഇനി അഡിക്ഷൻ ഇത് മാത്രമല്ല, പർച്ചേസ് അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈവൻ എക്സസൈസ് പോലും ഒരു അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ ഈ ഒരു സംഭവം വളരെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. എന്ത്, ഈ അഡിക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മളൊരു അഡിക്റ്റഡ് ബിഹേവിയറിലോട്ട് മാറിയാൽ എത്ര കിട്ടിക്കഴിഞ്ഞാലും നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. വേറൊരു ഡോപ്പമിൻ ഈസ് നോട്ട് അബൌട്ട് പ്ലഷർ. ഇതൊരു സന്തോഷം മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് സീക്കിംഗ്, വാണ്ടിങ്, ക്രേവിങ്. എന്തൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അതൊരു ക്രേവ് ഉണ്ടാക്കും. ഞാൻ ചെറുപ്പത്തിലുള്ള ഒരു എക്സാമ്പിൾ എനിക്ക് ഓർമ്മ വരികയാണ്. ജ്യേഷ്ഠന്റെ കടയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ ഒരാൾ വന്നു, എൻ്റെ ഒരു അയൽവാസി. അപ്പൊ അയാൾക്ക് ടൗണിലേക്ക് 2 കിലോമീറ്റർ നടക്കാൻ വീട്ടിൽ നിന്ന് അവിടുന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് വല്ല ടാക്സി കിട്ടില്ലേ എന്ന് ചോദിച്ചു അയാളോട്. അപ്പൊ അയാൾ പറഞ്ഞു, കാലിന് വേദനയാണ്, നടക്കാൻ പറ്റില്ല എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വണ്ടി കയറി പോയി. ഉച്ചയ്ക്ക് ശേഷം അയാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, സിഗരറ്റ് തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ പറഞ്ഞു, ഞാൻ അടുത്ത കടയിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അയാൾ പോയി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ അയാളുണ്ട് ടൗണിൽ നിന്നും വീട്ടിലേക്കുള്ള ടാക്സിയിലോട്ട് കയറിയിട്ട് വീട്ടിന്റെ അവിടെ വന്നിറങ്ങി. രാവിലെ കാല് വേദനയായിട്ട് നടക്കാൻ പറ്റാത്ത ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എങ്ങനെയാ ടാക്സിയിൽ കയറിയത്? അപ്പൊ അയാൾ അടുത്ത കടയിൽ പോയപ്പോ അവിടെ സിഗരറ്റ് ഇല്ലാതായപ്പോ 1.5 കിലോമീറ്റർ നടന്നു അടുത്ത കട നോക്കിയിട്ട് സിഗരറ്റ് അന്വേഷിച്ച് പോയി ഫൈനലി അയാൾ കുറ്റ്യാടി അഥവാ ഞങ്ങളുടെ ടൗണിലെത്തി. ടൗണിൽ നിന്ന് സിഗരറ്റും വാങ്ങി വരുന്ന വഴിയാണ്. അപ്പൊ അത് അവിടെ ശരിക്കും ഒരു പ്ലഷറാണോ? അയാൾ അത് അന്വേഷിച്ചു. അതിന്റെ ഒരു ക്രേവ് വന്നപ്പോ കാലിന്റെ വേദന പോലും മറന്ന് അയാൾ ടൗണിലോട്ട് നടന്നു. ഇതാണ് ശരിക്കും നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മളെ ലൈഫിലോട്ട് ഇങ്ങനെ നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്.
നമ്മളെ സമയം നമ്മൾ പലപ്പോഴും വേസ്റ്റ് ആക്കുകയാണ്. നമ്മളെ ജീവിതത്തിലെ ഒരു 24 മണിക്കൂർ ദൈവം എല്ലാവർക്കും തന്നിട്ട് ഇതിൽ എത്ര മണിക്കൂർ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമാണ്. എന്റെ സമയം കൊല്ലികളായി എന്നെ അഡിക്റ്റ് ചെയ്യുന്ന, അല്ലെ എന്റെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന, എനിക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ, അത് മൊബൈൽ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഫുഡ് ആയിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി പർച്ചേസ് ആയിരിക്കാം. ചില ആൾക്കാർ എങ്ങനെയാണ്, ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നൊക്കെ വാങ്ങിക്കും, വീട്ടിലെത്തിയാലും ആലോചിക്കുന്നത് ഇതൊക്കെ എന്തിനാ ഇപ്പൊ വാങ്ങിയത്. പലപ്പോഴും പറയാറുണ്ട്, ഷോപ്പിംഗ് മാളിൽ ബാത്റൂം വെച്ചത് ബാത്റൂമിന്റെ ആവശ്യത്തിന് മാത്രമല്ല, ഒന്ന് പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി വന്നു കഴിഞ്ഞാൽ പല പർച്ചേസുകളും ഇവിടെ കുറഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോ നമ്മൾ എന്നെ കണ്ടുപിടിക്കുക, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഞാൻ എന്തിനൊക്കെയാണ് അഡിക്റ്റഡ്, എനിക്ക് മാറ്റാൻ പറ്റാത്ത എന്തൊക്കെയാണ് ഉള്ളത്, എനിക്ക് ഉപകാരമില്ലാത്തത്, ഏത് രീതിയിലാണ് അതെന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത്, ശരിക്കും അതെനിക്ക് സന്തോഷം തരുന്നുണ്ടോ എന്നുള്ളത്. പ്ലഷറും ഹാപ്പിനെസ്സും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾ നീണ്ടു നിൽക്കുന്നതിനാണ് നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു റീൽസ് കണ്ടാൽ കിട്ടുന്ന പ്ലഷർ കുറച്ച് കഴിയുമ്പോൾ ഉടനെ പോകും. നേരെ തിരിച്ച് നിങ്ങളൊരു ഫ്രണ്ടുമായിട്ട് നല്ലൊരു ടോക്ക് നടത്തിയാൽ ആ ഒരു സംഭവം അവിടെ നിൽക്കും, എപ്പോഴും നമ്മളെ മൈൻഡിൽ അവിടെ നിൽക്കും, കുറെ കാല സമയത്തേക്ക് ഉണ്ടാവില്ലേ. ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തു, അതും കുറെ സമയം നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷെങ്കിൽ നമ്മളൊരു റീൽസ് വാച്ച് ചെയ്താൽ, അല്ലെ ഒരു ഫുഡ് കഴിച്ചാൽ, അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് കഴിഞ്ഞു. നമ്മൾ പറയും ഫുഡ് വായിന്ന് പോയാൽ കഴിഞ്ഞു. റീൽസ് വായിച്ച് നമ്മൾ അടുത്ത റീലിലോട്ട് നമ്മൾ ഇങ്ങനെ തിരയാണ്. അപ്പൊ എന്തൊക്കെയാണ് എന്റെ ടൈമുകൾ ക്രേവ് ചെയ്യുന്നത്, എന്റെ ഇഷ്ടപ്പെട്ട സ്വപ്നങ്ങളിലേക്ക് പോകുന്നതിൽ നിന്നും എന്നെ എന്തൊക്കെയാണ് തടസ്സപ്പെടുത്തുന്നത്, അത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് നോക്കണം. അതാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് അവിടെ പറയാനുള്ളത്. അടുത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, സൈലൻസ് യുവർ ക്രേവിംഗ് ടു ഹിയർ യുവർ റിയൽ ഡിസയേഴ്സ് എന്നുള്ളത്. നിങ്ങളെ ക്രേവിങ്, ഇതേപോലെ നിങ്ങളെ മനസ്സിന് ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോഴാണ് നിങ്ങളെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ വരിക. പലപ്പോഴും കാണുന്നില്ലേ, നമ്മൾ എവിടെ നിന്നും ആരോടും സംസാരിക്കും, എത്ര സൗണ്ട് ഉണ്ടെങ്കിലും, പക്ഷെ ഒരു ലവേഴ്സ് സംസാരിക്കുമ്പോൾ അവരങ്ങനെ നമ്മളെല്ലാവരും മുമ്പിൽ നിന്ന് സംസാരിക്കുമോ? ഇല്ലല്ലോ. അവര് സ്ഥലത്ത് പോയിട്ടാ സംസാരിക്കും. കാരണം എന്താണ്, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണം. അതേപോലെ നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ വഴിതിരിച്ചു വിടുന്ന, അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് മാറി നിൽക്കണ്ടേ. അത് മാറി നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക. നമ്മളൊരു പാർക്കിലൂടെ നടന്നു പോകുകയാണെങ്കിൽ ആ പാർക്കിലുള്ള പൂവുകളുടെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ, ആ കാറ്റ് നമ്മളെ ശരീരത്തിലോട്ട് അടിച്ചു വീശുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ ഒന്ന് പോക്കറ്റിലിട്ട് നടക്കണ്ടേ, അതൊന്ന് ഓഫാക്കി വെക്കണ്ടേ, അല്ല നമ്മളെ വണ്ടിയിൽ വെക്കണ്ടേ. നമ്മളെ മക്കളുടെ കളിച്ചിരികൾ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കണ്ടേ. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളൊരു കാര്യത്തിൽ അഡിക്റ്റഡ് ആണോ ഇല്ലയാണോ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? ആ ഒരു കാര്യം ഇല്ലാതെ നമുക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ദിവസത്തിന് ഒരു അർത്ഥമില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ, ഇനി ആ കാര്യം ചെയ്തിട്ടാണെങ്കിലോ അതിന് നമുക്കൊരു കാര്യം ഇല്ലെങ്കിൽ, ദാറ്റ് ഈസ് ദ തിങ് ദാറ്റ് വി ആർ അഡിക്റ്റഡ്. അപ്പോൾ ആ അഡിക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ പുറത്തോട്ട് കടന്ന് നമ്മളെ ലക്ഷ്യത്തിലോട്ട് നമുക്ക് എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മൊബൈലിന്റെ ഒരു റിംഗിങ് ടോൺ കേട്ടാൽ, അല്ലെങ്കിൽ ഒരു മെസ്സേജിന്റെ സൗണ്ട് കേട്ടാൽ, ഇനി പലപ്പോഴും നമ്മളെ മൊബൈൽ ഒന്ന് കണ്ടാത്ത കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ അല്ലെങ്കിൽ നമ്മളെ ഡോപ്പമിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ അതിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പ്രേരിപ്പിക്കുകയാണ്. ആ സമയത്ത് നല്ല മക്കൾ വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അവരോട് ദേഷ്യം വരും. അതേപോലെ തന്നെ നമ്മളുടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഈവൻ സ്റ്റീവ് ജോബിന് എല്ലാവർക്കും അറിയാം, ആപ്പിളിന്റെ സിഇഒ. സ്റ്റീവ് ജോബ് സ്വന്തം മക്കൾക്ക് മൊബൈല് കൊടുക്കാറില്ല എന്നാണ്. കാരണം ഈ അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ലോങ് ടൈം ഫോക്കസ് നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ലോങ് ടൈം ഫോക്കസ് വേണം. അവനൊരു കരിയർ ഉണ്ട്, അവനൊരു ജീവിതമുണ്ട്. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവനൊരു ഗോള് വേണം. ആ ഗോളുകൾ അവൻ ഇവാലുവേറ്റ് ചെയ്യണം. ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അഡിക്ഷൻ ഉള്ള ആൾക്കാർക്ക് പതിയെ അവർക്ക് മടി ഉണ്ടാവാൻ തുടങ്ങും, ലേസിനെസ് ഉണ്ടാവാൻ തുടങ്ങും.
അപ്പൊ ആ ലേസിനെസ് ഉണ്ടാവുന്നതിന്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ അഡിക്ഷൻ ആണ്, ഈ ഡോപ്പമിന്റെ എക്സസ് പ്രൊഡക്ഷൻ. അഥവാ ഏതാണോ ഡോപ്പമിൻ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനോടാണോ നമ്മൾ അഡിക്റ്റഡ് ആവുന്നത്, അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ക്രേവ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വൽ ഫോക്കസ് എന്തിലാണോ വേണ്ടത് ആ ഫോക്കസിൽ നിന്ന് പലപ്പോഴും നമ്മൾ പിറകോട്ട് പോവാണ്, അല്ലെങ്കിൽ അതിലോട്ട് പലപ്പോഴും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അത് റിസർച്ച് പറയുന്നതാണ്. അതേപോലെയാണ് ഷുഗറും ഫാറ്റും. നിങ്ങൾ നോക്ക്, നമ്മൾ വാങ്ങിക്കുന്ന ഏകദേശം ജങ്ക് ഫുഡിലും ഷുഗറും ഉണ്ടാവും, അതേപോലെ തന്നെ ഫാറ്റും ഉണ്ടാവും. കാരണം എന്താണ്? അത് നമ്മളെ വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അത് ഫ്രൈഡ് ഫുഡ് ആയിക്കോട്ടെ വാട്ടെവർ, അത് വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അഡിക്റ്റഡ് ആക്കുന്നത് അതിലുള്ള ഷുഗറും അതേപോലെ തന്നെ അതിലുള്ള ഫാറ്റ് കണ്ടന്റ് ആണ്. അത് നമ്മൾ കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യത്തിൽ നമുക്കൊരു കൺട്രോൾ വേണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡീറ്റോക്സിലോട്ട് പോകാം. ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ്. ഈ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ നിന്ന് ഒരു 48 മണിക്കൂർ അല്ലെ ഒരു 24 മണിക്കൂർ അതിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് വിട്ടു നിൽക്കുക. വെരി സിമ്പിൾ, വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് വിട്ടു നിൽക്കും. അതെന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഒന്ന്, നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളെ മൊബൈൽ ആയിരിക്കാം. ഇനി ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതായിരിക്കാം. ഇനി മൂവി കാണുന്നവരായിരിക്കും അതായിരിക്കാം. മ്യൂസിക് എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ മ്യൂസിക് അല്ല. അതേപോലെ ഫോണ് നമ്മളെ നോർമൽ യൂസ് അല്ല ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയ, ഷുഗർ, പ്രോസസ്ഡ് ഫുഡ്, വീഡിയോ ഗെയിംസ്, ഇതേപോലെ എന്തൊക്കെയാണോ ഒരാൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എക്സസ് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ കാര്യത്തിൽ നിന്നും നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുക. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഈ എക്സസ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ അങ്ങോട്ട് നിന്നിട്ട് നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബുക്ക് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരണം. പലപ്പോഴും മക്കൾ എന്തുകൊണ്ടാണ് ബുക്ക് എടുത്ത് പഠിക്കാത്തത്? ബുക്ക് എടുത്ത് പഠിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന്റെ എത്രയോ ഡബിൾ ആയിരിക്കും മൊബൈൽ റീൽസ് വാച്ച് ചെയ്യുമ്പോൾ. നമ്മൾക്കും അതേപോലെ തന്നെയായിരിക്കും. ബുക്ക് വായിക്കുന്നതിനേക്കാളും എത്രയോ നമുക്ക് എന്ത് തരുന്നുണ്ടാവും? റീൽസ് തരുന്നുണ്ടാവും. അപ്പോ വലിയ ഇതേപോലെ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നാച്ചുറൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 24 to 48 hours ആണ് നോർമലി പറയുന്നത്. ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്ന്, കണ്ടംപ്ലേറ്റീവ് വാക്ക് എന്ന് പറയാം. പണ്ട് നമ്മൾ ചെറുപ്പത്തില് നമ്മളെ അച്ഛന്മാരും അല്ലെ അമ്മമാരും വല്യമ്മമാരൊക്കെ നമ്മളെ കൈപിടിച്ചുകൊണ്ട് നമുക്ക് ചെടികളൊക്കെ കാണിച്ചുകൊണ്ട് അതേപോലെ തുമ്പികളെ കാണിച്ചുകൊണ്ട് നടന്നൊരു സമയം ഓർമ്മയുണ്ടോ? ആ പോകുന്ന വണ്ടിയൊക്കെ കാണിച്ചു തന്ന്, വെള്ളം കാണിച്ചു തന്നു, വെള്ളത്തിലൂടെ തിരമാലകൾ അതുപോലെ കടലിലെ തിരമാലകളൊക്കെ കാണിച്ചു തന്ന് ആസ്വദിച്ചുകൊണ്ട് നടന്നൊരു സമയം ഓർമ്മയുണ്ടോ? ആ വാക്കിനാണ് കണ്ടംപ്ലേറ്റീവ് വാക്ക് എന്ന് പറയുന്നത്. പ്രകൃതിയെ അറിഞ്ഞങ്ങോട്ട് നടക്കുക, അത് നമുക്ക് ചെയ്യാം. അതേപോലെ മെഡിറ്റേഷൻ ചെയ്യാം. നമുക്ക് റീഡിങ് എന്ന് പറഞ്ഞാൽ നോർമൽ ബുക്കുകൾ, അതേപോലെ തന്നെ മൈൻഡ്ഫുൾ എക്സസൈസുകൾ ചെയ്യാൻ പറ്റും. സ്ട്രെച്ചിങ് എക്സസൈസുകൾ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ചു ഒന്ന് നന്നായിട്ട് നമ്മളെ ശരീരം അറിഞ്ഞൊന്ന് കുളിക്കുക. നമ്മളെ ബ്രഷ് എടുത്തിട്ട് അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടൊന്ന് പല്ല് തേക്കുക. നമ്മളെ മുഖവും കണ്ണുകളൊക്കെ ഒന്ന് നമ്മൾ നോക്കുക. പലപ്പോഴും നമ്മൾ കണ്ടിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും. നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കുക. ഈ ഒരു രീതിയിലേക്ക് ഒരു 48 മണിക്കൂർ എന്തൊക്കെയാണോ ഓവർ പ്രൊഡക്ഷൻ ഉള്ളത് അത് മാറ്റി വെച്ചിട്ട് നാച്ചുറലായ കാര്യങ്ങൾ നമുക്ക് ജേർണലിംഗ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, അതേപോലെ റീഡിങ് ചെയ്യാം, ചെറിയ ചെറിയ എക്സസൈസുകൾ, സ്ട്രെച്ചിങ് എക്സസൈസ് പോലത്തെ എക്സസൈസുകൾ ചെയ്യാം, കണ്ടംപ്ലേറ്റീവ് വാക്ക് ചെയ്യാം, പുഴയിലൊക്കെ പോയിട്ട് മനോഹരമായിട്ടൊന്ന് കുളിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓവറായിട്ട് ഡോപ്പമിൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്ലഷർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അവിടെ നമ്മളെ മൈൻഡിന് ഒരു റീസെറ്റ് ചെയ്യാം. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഭയങ്കര ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളാണെങ്കിലും നല്ലോണം വിശക്കുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കിട്ടിയ ആ വെള്ളത്തിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ലേ? അതേപോലെ തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വലിയ കാര്യം എന്നൊക്കെ അങ്ങോട്ട് മാറി നിന്നിട്ട് ചെറിയ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ നമ്മളെ ബ്രെയിനെ പഠിപ്പിക്കുകയാണ്. വെരി സിമ്പിൾ ആയിട്ട്. ദാറ്റ് ഈസ് ഡോപ്പമിൻ ഡിറ്റോക്സ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നിർത്തേണ്ട സമയം. ഇത്ര മിനിറ്റ് ബാക്കിയുണ്ട്. ആരെങ്കിലും ഒന്ന് പറയോ?
ഇവിടെ 5 മിനിറ്റും കൂടി പോവാം. ഓക്കെ 5 മിനിറ്റ് എടുക്കാൻ കൂടിയാ. അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെ നമ്മളെ ബ്രെയിനിനെ ഡോപ്പമിൻ കുറഞ്ഞ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെ ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തന്നത് നമ്മളൊരു യൂട്യൂബില് നമ്മളൊരു കുക്കിങ്ങിന്റെ വീഡിയോ കാണുന്നത് പോലെയാണ്. ഇനി നിങ്ങൾ ഏത് രീതിയിൽ മസാലകൾ ചേർത്ത് പ്രോസസ്സ് ചെയ്യുന്നു, അതേപോലെ എന്ത് കാര്യവും നമ്മളതാവണം, നമ്മളിത് ചെയ്യണം. ഒരിക്കലും ബുക്കിൽ വായിച്ചിട്ട് നമുക്ക് നീന്താൻ പറ്റില്ല, ബുക്കിൽ വായിച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഈ കാര്യങ്ങൾ നമ്മളെ ലൈഫിലോട്ട് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഒന്ന്, നമ്മളെ ജീവിതത്തിൽ ഇനി എങ്ങനെ നമുക്ക് ലൈഫിലോട്ട് കൊണ്ടുവരാന്നുള്ളതോട് പറഞ്ഞാൽ നമുക്ക് നിർത്താൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളെ ലൈഫിലെ ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എഴുതി വെക്കണം. ഈ മൊബൈല് ഇതാണ് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ആഡ് ഫ്രിക്ഷൻ ഫോർ അൺവാണ്ടഡ് ബിഹേവിയർ. ഫ്രിക്ഷൻ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട്, മൊബൈലാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ മൊബൈൽ നമ്മൾ വളരെ ദൂരെ കൊണ്ടുവെക്കുക, നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ. ഇനി അല്ലെങ്കിൽ വേറെ എന്താണോ നമ്മളെ, ഇപ്പൊ ലാപ്ടോപ്പ് ആണെങ്കിൽ ഇനി നമുക്ക് യൂട്യൂബിൽ കാണുകയാണെങ്കിൽ നെറ്റ് നമ്മൾ ഓഫാക്കി വെച്ചിട്ട് അതിന്റെ സംഭവങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കുക. അപ്പൊ എന്താണോ നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്, ആ ഒരു സംഭവമായിട്ടുള്ള കണക്ഷനെ നമ്മൾ മാറ്റി വെക്കുക പരമാവധി. അതേപോലെ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അടുത്ത് വെക്കുക. പലപ്പോഴും നമുക്ക് വായിക്കാനുള്ള ബുക്ക് വളരെ ദൂരെ വളരെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഉപയോഗിക്കാനുള്ള ലാപ്ടോപ്പ് ബാഗിലിട്ട് വളരെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അഡിക്ഷൻ കൊണ്ടുവരുന്ന മൊബൈല് നമ്മളെ തൊട്ടടുത്ത് നിൽക്കുകയായിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയാം. എന്താണോ നമ്മൾക്ക് ആവശ്യമില്ലാത്തത് അത് പരമാവധി ദൂരെ കൊണ്ടുവെക്കുക, അത് നമ്മൾ കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. രണ്ടാമത്, എന്താണോ നമുക്ക് ആവശ്യമുള്ളത്, പലപ്പോഴും നമ്മൾ മക്കളോട് പറയും ഫ്രൂട്ട് കഴിക്കുന്ന പറയും. ഫ്രൂട്ട് ഫ്രിഡ്ജിൽ തുറന്ന് അതിന്റെ ബോക്സിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ബേക്കറി വളരെ എളുപ്പമാണ് എടുക്കാൻ, പിന്നെ കുട്ടികൾ ബേക്കറിയിലേ കഴിക്കുക. നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ സാധനങ്ങൾ നമ്മൾ അടുത്ത് വെക്കുക. ഇനി ആവശ്യമില്ലാത്തത് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ദൂരെ കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ പരമാവധി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വെക്കുക. അടുത്തത്, എപ്പോഴും നമുക്കൊരു സിമ്പിൾ മോർണിംഗ് റുട്ടീൻ വേണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥന ചെയ്യാം, ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ വേദവാക്യങ്ങൾ കേൾക്കാം. അങ്ങനെ നമ്മളെ മനസ്സിനെ നമ്മളൊന്ന് തണുപ്പിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം നമുക്ക്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മളൊരു ദിവസം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമ്മളെ ഒരു ദിവസത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെ ബ്രെയിനിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളെ ബ്രെയിനിന് എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ടു ഡു ലിസ്റ്റ് 1 by 1 ആയിട്ട് നമ്മളത് എഴുതി വെക്കുക. ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട്, ഇന്ന ബുക്ക് വായിക്കണം എന്ന് ഞാൻ എഴുതി വെച്ച് രാത്രി എഴുതി വെച്ചാൽ എനിക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്. ഇപ്പൊ എന്റെ മൈൻഡ് എക്സ്ക്യൂസ് എടുത്തോണ്ടിരിക്കും. പകരം ഇന്ന സമയത്ത് എനിക്ക് ആ ബുക്ക് വായിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാൻ ബി വെക്കാം, ഈ സമയത്ത് വായിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന സമയത്ത് വായിക്കുന്നത്. പക്ഷെ കൃത്യമായ ഒരു ടൈം മാനേജ്മെന്റ്, അതേപോലെ തന്നെ നമ്മളെ ദിവസത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മളത് പ്ലാൻ ചെയ്യണം, വളരെ കൃത്യമായിട്ട്. ഒരു വാക്ക് കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. ആ ഒരു വേർഡിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അയാളും ഒരു മനുഷ്യരല്ലേ, ഒരു തെറ്റ് ചെയ്ത ഒരാളെ കാണുമ്പോൾ മനുഷ്യന് തെറ്റ് പറ്റാലോ, അതേപോലെ നമ്മളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ തുടങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് പോകും. ഇറ്റ്സ് ഓക്കെ, എപ്പോഴും നമ്മളെ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പിന്നോട്ട് പോയാൽ വീണ്ടും നമ്മൾ റെസിലിയൻസ്, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളെ കഴിവ്. വീണ്ടും നമ്മളെ ലക്ഷ്യത്തിനെ നമ്മൾ ഒന്നുകൂടെ ആവേശാക്കി, ഒന്നും കൂടെ നമ്മൾ ഒന്ന് ഉഷാറാക്കിയിട്ട് നമ്മൾ അതിലോട്ട് പോവുക. പിന്നെ എവിടെയാണോ നമുക്ക് പാളിച്ചകൾ പറ്റുന്നത് ആ പാളിച്ചകളെ നമ്മൾ പരിഹരിക്കുക. ചില ആൾക്കാർക്ക് ഈ മൊബൈൽ പോലത്തെ ഡിസ്ട്രാക്ഷൻ തുടങ്ങാൻ ചില കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പം ആങ്സൈറ്റി ആയിരിക്കാം, ഇനി അല്ലെങ്കിൽ അവരുടെ ഗോളിന്റെ പ്രശ്നമായിരിക്കാം. അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറിയാവുന്ന ഒരാളെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ ഹെൽപ്പ് തേടിയിട്ട് അവരുടെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പരിഹരിക്കുക. ഇങ്ങനെ നമ്മളതായ ലക്ഷ്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ഷന് കുറച്ചുകൊണ്ട് നമ്മൾ പോകുക.
എപ്പോഴും ഞാൻ കശ്മീർ യാത്ര പറഞ്ഞതുപോലെ യാത്രകൾ എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എവരി വൺ ഈസ് എഗെയിൻസ്റ്റ് യു, പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് യുവർ ഗോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. യുവർ ഗോൾ ഈസ് ദ വൺ ദാറ്റ് മേക്ക് യുവർ ഡ്രീം ഓർ ദാറ്റ് മേക്ക് യു മോർ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഈവൻ ഇൻ യുവർ ഓൾഡ് ഏജ്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഞാൻ നിർത്തുന്നു. താങ്ക് യു. ചോദിക്കട്ടെ, വെറുതെ ഇരിക്കാൻ തോന്നുന്നതിന് എന്താ ചെയ്യാ? ഒന്നും ചെയ്യാണ്ട് പ്രസന്റേഷൻ ക്ലോസ് ചെയ്ത് തന്നോ സുജൽ സാർ? പ്രസന്റേഷൻ ക്ലോസ് ചെയ്ത് നോക്കി. ഓക്കെ, താങ്ക് യു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മളെ എന്താണോ സന്തോഷമാക്കുന്നത് ആ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും അതിനെന്ത് ട്രൈ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ട്രൈ ചെയ്തപ്പോഴും നമ്മൾ പലപ്പോഴും അത് എന്താ ചെയ്യാ, നമ്മൾ അതിൽ നിന്ന് പരാജയപ്പെട്ടത് കൊണ്ട് നമുക്ക് രണ്ടാമത് ട്രൈ ചെയ്യാൻ നമുക്ക് ഒരു മടി ഉണ്ടാവും. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് അങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ മതി, നിങ്ങൾ ഇങ്ങനെ 5 വർഷം ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ 5 year വേർ യു വിൽ ബി. ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ 5 year വേർ യു വിൽ ബി. നമ്മളെ മൈൻഡിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അപ്പൊ നമുക്കൊരു മനോഹരമായ ഒരു ഉത്തരം അവിടെ കിട്ടും. താങ്ക് യു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിന്റെ സജഷൻസ് എന്തെങ്കിലും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ മെയിൻ ഗ്രൂപ്പിൽ ഒന്ന് എഴുതി അറിയിക്കണം. നമുക്ക് അടുത്ത വെബിനാറിൽ അതൊക്കെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. സുജയ് സാർ, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നല്ല മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതൊരു വർക്ക്ഷോപ്പായിട്ടൊക്കെ ചെയ്യേണ്ടതാണ് തോന്നി കേട്ടപ്പോൾ. അതായത് ഒരു ലൈവായിട്ട് വർക്ക്ഷോപ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന കോൺസെപ്റ്റുകൾ, ഉദാഹരണം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കേൾക്കുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോതായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നിങ്ങളൊന്ന് എഴുതി വെക്കൂ, നിങ്ങളുടെ ചലഞ്ചുകളൊന്ന് എഴുതി വെക്കും എന്ന് അങ്ങനെ ഓരോരുത്തർ എഴുതുമ്പോൾ അപ്പോഴായിരിക്കും ശരിക്കും നമുക്കിത് ഇഫക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഈ ഗോള് സെറ്റ് ചെയ്തിട്ട് ഇനി 5 വർഷത്തിൽ അല്ലെങ്കിൽ 1 വർഷത്തിൽ 2 വർഷത്തിൽ എന്തൊക്കെ നേടാൻ പറ്റുന്ന പറയുമ്പോൾ 15 ആൾക്കാരുണ്ടെങ്കിൽ 15 ആൾക്കാരുടെയും ഗോള് അതൊന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത മേഖലയിലേക്ക് പോകാനും അതെങ്ങനെ അച്ചീവ് ചെയ്യാനുള്ള പ്ലാനുകളും ഇങ്ങനെ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ പോയിന്റുകളാണ് നിങ്ങൾ പറഞ്ഞത്. കുറച്ച് ഭാഗമേ കേട്ടിട്ടുള്ളൂ. ഒരു വർക്ക്ഷോപ്പ് എന്ന രീതിയിലൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ വലിയ ഇഫക്റ്റ് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ നല്ലൊരു റിസർച്ച് നടത്തിയിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. വിക്ടർ ഫ്രാങ്ക്ലിന്റെ ബുക്കാണ് കണ്ടിരുന്നത് ഞാൻ. ഇത് നമ്മളെ ഈ ഒരു സമയപരിധിന്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക്, കാരണം പിന്നെ ഞാൻ ആൾക്കാരെ കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷനിൽ ചെറിയൊരു ഓഫ്ലൈൻ പോലെ ഉള്ള ഒരു സുഖം കിട്ടുന്നില്ല. എന്തായിരുന്നാലും ഗ്രേറ്റ്, എക്സലന്റ്, യു ഹാവ് ഡൺ ഇറ്റ്, ഗ്രേറ്റ് ജോബ്, അപ്രീഷിയേറ്റ്, കൺഗ്രാറ്റുലേഷൻസ്.
താങ്ക് യു all.